ഇനി നിലയ്ക്കലിലെയും സാഹചര്യം വ്യത്യസ്തമല്ല എന്നുള്ളതാണ്. അനിയന്ത്രിതമായിട്ടുള്ള തിരക്കാണ് നിലയ്ക്കലിലും അനുഭവപ്പെടുന്നത്. CK അഭിലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഏറെക്കുറെ 1/2 കിലോമീറ്റർ മാറിയുള്ള ഭാഗത്താണ് ഇപ്പോഴുള്ളത്. നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഏറെക്കുറെ പൂർണ്ണമായും നിറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു. അതോടുകൂടിയാണ് കടുത്ത നിയന്ത്രണത്തിലേക്ക് പോയത്. ഇലവുങ്കൽ മുതലാണ് വാഹനങ്ങളുടെ നിയന്ത്രണം. കഴിഞ്ഞിട്ട് പിന്നെ ഈ വണ്ടി മറിഞ്ഞതിൻ്റെ ബ്ലോക്കായിരുന്നു. അത് അവിടെ ഒരു 2.5 മണിക്കൂർ കിടന്നു. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നത്തേക്കാണോ അതോ അടുത്ത ദിവസത്തേക്കാണോ? ഞങ്ങൾ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ഇതിനാണ് വന്നേക്കണേ. ഈ മേഖല ഇപ്പോൾ ഒരു 3 മണിക്കൂർ പമ്പാവലിയോട് വണ്ടി മറിഞ്ഞായിരുന്നു. ഒരു ടൂറിസ്റ്റ് വണ്ടി മറിഞ്ഞ് ഈ വാഹനങ്ങളുടെ മുൻഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഈ കാണുന്നതിൽ അത് സന്നിധാന മേഖലയിലേക്കുള്ള വാഹനങ്ങളാണ്. പത്തനംതിട്ട മേഖലയിൽ നിന്നും എത്തുന്ന വാഹനങ്ങളെക്കാൾ കൂടുതൽ കോട്ടയം എരുമേലി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിൽ അധികമെന്ന് നമുക്ക് ഇലവുങ്കൽ നിന്നാൽ മനസ്സിലാക്കാം. ഇലവുങ്കൽ എന്ന സ്ഥലത്താണ് പത്തനംതിട്ടയും അതോടൊപ്പം തന്നെ എരുമേലി ഭാഗത്തു നിന്നുള്ള വഴിയും കൂടി ചേരുന്നത്. അവിടെ മുതലാണ് നിയന്ത്രണം ഉള്ളത്. എന്തായാലും നിലയ്ക്കൽ മാത്രമല്ല, ഇനി വരും മണിക്കൂറുകളിൽ ഭക്തരുടെ എണ്ണം കൂടി വരുന്ന പക്ഷം, വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്ന പക്ഷം പത്തനംതിട്ടയ്ക്കും നിലയ്ക്കലിനും ഇടയിലുള്ള ഇടത്താവളങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ പിടിച്ചിടും. അവിടെ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ക്രമീകരണങ്ങൾ നിർദ്ദേശം ജില്ലാ കളക്ടർ റവന്യൂ വകുപ്പിന് നൽകിയിട്ടുണ്ട്. ഇന്നും ഇന്നലെയുമായി ഉണ്ടായിട്ടുള്ള തിരക്കിന്റെ പ്രധാനപ്പെട്ട കാരണമായി ജില്ലാ കളക്ടർ വിശദീകരിക്കുന്നത് 70,000 സ്പോട്ട് ബുക്കിങ്ങും വിർച്വൽ ക്യൂ ബുക്കിങ്ങും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് 20,000 പേരും പിന്നെ 30,000 പേരോളം ഈ ഒരു നമ്മളുടെ ബാക്കി ക്രൗഡും കൂടെ കയറി വന്നത് ഫ്യൂച്ചർ ഡേറ്റുകൾ വന്നതുകൊണ്ടാണ് ഇത്രയും ഒരു തിരക്ക് ബാധിക്കാൻ ഇങ്ങനെ ഒരു തിരക്കിലേക്ക് എത്തിയത്. അതാണ് ഇന്ന് ഉണ്ടായ വലിയ തോതിലുള്ള ഭക്തജനത്തിരക്കിന് പ്രധാനപ്പെട്ട കാരണമായി ജില്ലാ കളക്ടർ വിശദീകരിക്കുന്നത്. മുൻകൂട്ടി ബുക്ക് ചെയ്യാത്ത ആളുകൾക്കും എത്തിച്ചേർന്നാൽ സ്പോട്ട് ബുക്ക് ചെയ്ത് പരമാവധി ആളുകൾക്ക് ദർശനത്തിനുള്ള സൗകര്യമാണ് ഇന്ന് വരെ ഉണ്ടായിരുന്നതെങ്കിൽ നാളെ മുതൽ സ്ഥിതി മാറുകയാണ്. 20,000 എന്നുള്ള കണക്കിലേക്ക് സ്പോട്ട് ബുക്കിംഗ് മാറുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരാൾ വന്നാൽ തൊട്ടടുത്ത ദിവസം മാത്രമേ ബുക്കിങ്ങിൽ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ.